Hello, Classy learners. It's me, Kahya. Welcome to my YouTube channel. നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇത്. തുടക്കം തന്നെ നമ്മുടെ ചെറിയൊരു തെറ്റ് തിരുത്തിയിട്ട് തുടങ്ങിയാലോ. നമ്മൾ പലരും മിസ്യൂസ് ചെയ്യുന്ന വേർഡാണ് യുവർ ആൻഡ് യുവർ. ഇത് രണ്ടും നമ്മൾ എപ്പോഴും മിസ്യൂസ് ചെയ്യാറുണ്ട് അല്ലേ? എപ്പോഴും ഇല്ലെങ്കിലും പലപ്പോഴും മിസ്യൂസ് ചെയ്യാറുണ്ട്. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? കേൾക്കുമ്പോൾ വലിയ ഡിഫറൻസ് തോന്നുന്നില്ലെങ്കിലും രണ്ട് സ്പെല്ലിങ്ങിലാണെങ്കിലും മീനിങ്ങിലാണെങ്കിലും ഇതിൻ്റെ യൂസേജിലാണെങ്കിലും ഇത്തിരി ഡിഫറൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള വേർഡ്സിനെയാണ് നമ്മൾ പൊതുവായി ഹോമോഫോൺസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ സെയിം ആവും. രണ്ടും നമ്മൾ എന്താ കേൾക്കുന്നത്? യുവർ തന്നെയാണ് കേൾക്കുന്നത്. എന്നാൽ ഇതിൻ്റെ സ്പെല്ലിങ് ഡിഫറെൻ്റ് ആവും. രണ്ടിൻ്റെ സ്പെല്ലിങ് നോക്കിയേ, വ്യത്യാസമല്ലേ? ഇങ്ങനെയുള്ളതിനാണ് ഹോമോഫോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് കടന്നാലോ. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് നമുക്ക് നോക്കി നോക്കാം അല്ലേ. നമുക്ക് നമ്മുടെ ആദ്യത്തെ വേർഡ് നോക്കാം, യുവർ. ഇതൊരു പൊസസീവ് പ്രോനൗൺ ആണ്. അതായത് നിങ്ങളുടേത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നിങ്ങളുടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് ഈ യുവർ. ഇറ്റ് ഈസ് ബിലോങ്ങിങ് ടു എ പേഴ്സൺ. ഇത് നമ്മൾ ഒരാളുടേത്, നിങ്ങളുടെ എന്ന് പറയുമ്പോൾ നമ്മളൊരു പേഴ്സണോടല്ലേ അത് പറയുള്ളൂ. പിന്നെ ഈ വാക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിന് ശേഷം നൗണാണ് വരിക. അതായത് ഒരു നൗണിൻ്റെ തൊട്ട് മുന്നെയാണ് നമ്മൾ ഈ യുവർ എന്നത് ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ നോക്കിയേ. ഈസ് ദിസ് യുവർ ലാപ്ടോപ്പ്? ഇത് നിങ്ങളുടെ ലാപ്ടോപ്പാണോ? നിങ്ങളുടെ എന്ന് പറയുന്നത് നമ്മുടെ ഈ പൊസസീവ് പ്രോനൗൺ. ലാപ്ടോപ്പ് എന്ന് പറയുന്നത് നൗണാണ്. അതേപോലെ യുവർ ഗാർഡൻ ഈസ് ഹ്യൂജ്. അതിൽ ഗാർഡൻ എന്ന് പറയുന്നത് നൗണാണ്. ഈ നൗണിൻ്റെ തൊട്ട് മുന്നെയാണ് നമ്മൾ ഈ യുവർ യൂസ് ചെയ്തത്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി നമ്മുടെ അടുത്ത വേർഡ് യുവർ. ഈ യുവറിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ്. നിങ്ങളൊരു നല്ല ടീച്ചറാണ്, അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള ടീച്ചറാണ്, നിങ്ങളൊരു നല്ല ബുദ്ധിയുള്ള ടീച്ചറാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഈ യുവർ. യു പ്ലസ് ആർ എന്നതിൻ്റെ ഒരു കോൺട്രാക്ഷൻ ഫോമാണ് ഇത്. എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാം. പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണം. സംശയങ്ങളോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ